നീ ഉണ്ടില്ലേ? എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാണ് ഞാൻ ചോറ് വേണ്ടെന്ന് പറഞ്ഞത്. ശിവേട്ടൻ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷമമില്ല. വേദനിച്ച മാറിയിരുന്ന് കരയും, അത്രേ ഉള്ളൂ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ശിവേട്ടൻ പറയണം, പിണങ്ങണം, എന്ന് തല്ലണം. എനിക്കതാണ് സുഖം. എനിക്ക് അതിനാണ് ഒരാളെ വേണ്ടത്. രുക്മിണി, നമുക്ക് എവിടെയെങ്കിലും പോവാൻ ശിവേട്ട. എവിടെ? എവിടെ പോവാനാണ്? എവിടെയെങ്കിലും, നമ്മളെ അറിഞ്ഞുകൂടാത്ത മറ്റെവിടെയെങ്കിലും പോണം. എവിടെയെങ്കിലും പോണം. ആരോടും പറയാത്ത ഒരു രഹസ്യമുണ്ട്. ശിവേട്ടനെങ്കിലും അതറിയണം. അത് പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സിന് സമാധാനം കിട്ടില്ല. നമുക്ക് രണ്ടുപേർക്കും രഹസ്യങ്ങളുണ്ട്. നമ്മൾ കണ്ടുമുട്ടുന്നതിന് മുമ്പ് നമ്മൾ പലതുമായിരുന്നു. നിന്റെ രഹസ്യങ്ങൾ എനിക്കറിയണമെന്നില്ല. കാരണം ഇന്നലെ വരെയുള്ളതെല്ലാം എനിക്ക് മറക്കണം. എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. ശിവേട്ടനെ കണ്ടുമുട്ടിയ അന്ന് മുതൽ ഞാൻ എല്ലാം മറക്കാൻ തുടങ്ങുകയായിരുന്നു. ചേട്ടാ, ആണുങ്ങളെ തപ്പി നടക്കാതെ വേണമെങ്കിൽ ഒരു പെണ്ണിനെ കൊണ്ടുപോയിക്കോ. വരവാ, പുതു പുത്തനാ, ഇരുന്നിട്ട് ഏറിയിട്ടുണ്ട്. ക്ഷമിക്കണം, ഞാന് ഈ മുറിയും നോക്കാൻ വന്ന. നാളെ എന്റെ ഒരു കൂട്ടുകാരൻ വരുന്നു. ഈ മുറി മതിയോ നോക്കാൻ മാനേജർ പറഞ്ഞു. നിങ്ങൾ നാളെ ഒഴിയുകയാണല്ലോ. ഞങ്ങൾ ഒഴിയുന്നു ആര് പറഞ്ഞു? ഒഴിയുന്നില്ലല്ലോ. ഒഴിയുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ വേറെ മുറി നോക്കിക്കോളാം. എന്താ കൊച്ചേ, കൊച്ചെന്തിനാ കരയുന്നേ? കൂടെ ആരുമില്ലേ? ഒറ്റയ്ക്കാണോ? അയ്യോ, ഒറ്റയ്ക്കാണോ? ഞാനും ബേബിയേട്ടനും ഒന്നിച്ചാണ് വന്നത്. ബേബിയേട്ടന്റെ അച്ഛൻ വന്ന് ബേബിയേട്ടനെ കൊണ്ടുപോയി. അയ്യോ, എന്റെ കൊച്ചെ, അങ്ങനെ അങ്ങ് ഒറ്റയ്ക്ക് ഇറങ്ങി പോരാമോ? അത് എവിടെ വന്ന് പെട്ടിരിക്കുന്ന അറിയാമോ? ചോരയും നീരുള്ള പെൺപിള്ളേരെ കണ്ടാലേ കൊത്തിപ്പറിക്കുന്ന നാടാ. കൊച്ചിനെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കട്ടെ? വീട്ടിലേക്ക് ചെന്ന് എന്നെ കൊല്ലും. പിന്നെ എങ്ങോട്ട് പോകും? ആ ചെറുക്കൻ തിരിച്ചു വരുമോ? വരും, വരാതിരിക്കില്ല. എന്നാലേ കൊച്ചൊരു കാര്യം ചെയ്യും, എന്റെ വീട്ടിപ്പ. അവിടെ ഞാനും എന്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. ആരെങ്കിലും അന്വേഷിച്ചു വരുന്നവരെ വേണമെങ്കിൽ അവിടെ താമസിക്കാം. അയ്യോ, ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. കൊച്ചിന്റെ വിഷമം കണ്ടി ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ചേട്ടാ, ഞാൻ വരാം.
ആ നമുക്കിന്നൊരു വിരുന്നുകാരിയുണ്ട്. ഇതെന്റെ ഭാര്യ രുക്മിണി, ഇത് സോഫി. ഈ പെങ്കൊച്ചിന്റെ അബദ്ധം പറ്റി നട്ടല്ലില്ലാത്തൊരുത്തിനെ കയറി പ്രേമിച്ചു. അവനെ കിട്ടേച്ചു പോയി. പാവം. വരൂ, നമുക്ക് അകത്തേക്ക് പോകാം. കുട്ടിയാ, ആദ്യമായിട്ടാ അവള്. അതൊന്ന് മനസ്സിൽ വെച്ചോണം. എടോ ശിവ, താനിത് വേറെ വല്ലവരോടും പറ. പുതിയതാണ് പോലും. അയ്യോ, ഇത് നേരാ, സത്യമായിട്ടും ഇത് പുതിയതാ സാറേ. പുതിയതിനെ കല്യാണം കഴിക്കാൻ തന്നെ കിട്ടുന്നില്ല. പിന്നെ ഒന്ന് പോടോ. ആ മുറിയിലുണ്ട് സാറേ. ആ കാശിങ് തന്നേച്ചു. അതെന്താ, തനിക്കെന്നെ വിശ്വാസമല്ലേ? അയ്യോ, അതുകൊണ്ടല്ല, ഞാനേ ഒന്ന് കറങ്ങിയേച്ചു വരാം. ആ, ഇതെന്താ, ഞാൻ 150 പറഞ്ഞത്. കുറഞ്ഞത് 100 കിട്ടണം. അയ്യോ, ഇതിരിക്കട്ടെ, ബാക്കി പിന്നെ തരാനേ. അതൊക്കെ ശരിയാ. ഒരു 10 രൂപ വെറുതെ ചോദിച്ചാ സാറ് തരുമോ? സാറിന് കാര്യം ചെയ്യും, ഇതങ്ങോട്ട് പിടി. എനിക്കും സാറിനും വിഷമം വേണ്ടല്ലോ. ആ മുറിയിലുണ്ട് സാറേ. പറഞ്ഞു ഓർമ്മ വേണേ, പുതിയതാ. എന്റെ മുമ്പിൽ എത്ര പതിവ്രതയാകണ്ട. വെറുതെ അല്ല, നല്ല കാശ് മേടിച്ചിട്ടാ. എനിക്കിതൊന്നും ശീലമില്ല ശിവേട്ട. ശീലിക്കണമടി. നിനക്ക് വിശക്കില്ലേ? ആഹാരം കഴിക്കണ്ടേ? ചേച്ചി, ഞാൻ പോവാ ശിവേട്ട. എനിക്കിത് ശീലമല്ലേ. അവളും ശീലിക്കണ്ടടി. അവക്കെന്താ ശീലിച്ചാൽ? അവൾ പാവമല്ലേ ശിവേട്ട? നീ പാവമല്ലേ, ഞാൻ പാവമല്ലേ? നമ്മൾ എന്തിനു ചെയ്യുന്നു? ജീവിക്കാൻ, വിശപ്പിന് വേണ്ടി. അവർക്ക് ചെയ്യാൻ വയ്യെങ്കിൽ എവിടെങ്കിലും പോയി തൊലയട്ടെ. ശിവേട്ട, ഞാൻ പോകാം ശിവേട്ട. എന്തെങ്കിലും ചെയ്യും. അയാൾ സംബന്ധിച്ച് എനിക്കൊന്നുമില്ല.